ഇന്നത്തെ വീഡിയോ കുറച്ച് മുന്നത്തെയാണ് കേട്ടോ. ഞങ്ങൾ വയനാട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ ഹണി മ്യൂസിയം കണ്ടപ്പോൾ കയറി നോക്കിയതായിരുന്നേ. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ മുമ്പിൽ തന്നെ ഈ ഒരു വലിയൊരു തേനീച്ചൻ്റെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണിച്ച പോലെയുള്ള വലിയൊരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നേരെ കയറി വരുമ്പോൾ തന്നെ ഒരു സൈഡിലായിട്ട് കുറേ തേനീച്ചൻ്റെ ബോക്സ് ഇങ്ങനെ വെച്ചതുണ്ട്. അതൊരു സൈഡിൽ കുറേ ഉണ്ട് കേട്ടോ. കയറുമ്പോൾ തന്നെ തേന് ശുദ്ധീകരിച്ച് അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു വലിയൊരു മെഷീനുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയിട്ടോ. അതിൽ വെച്ചിട്ടാണ് തേനിങ്ങനെ ശുദ്ധിയാക്കി എടുക്കുക എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് തേൻ അതിൻ്റെ ഉള്ളിൽ ടൈറ്റായി പോയിട്ട് കട്ടിയായി പോയിട്ട് സ്റ്റക്കായി പോയത്. അതുകൊണ്ട് അത് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തേനീച്ചൻ്റെ ഓരോ ഭാഗങ്ങൾ ഇവരിങ്ങനെ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവരുണ്ടാക്കി വെച്ച് വലിയ ഓരോ ആൺതേനീച്ച, പെൺതേനീച്ച, പിന്നെ രാജ്ഞി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോന്നിനെയും വലിയതാക്കി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ ഓരോ ഭാഗങ്ങൾ, തേന് ശേഖരിക്കുന്ന ഭാഗങ്ങൾ, തേനീച്ചൻ്റെ കൊമ്പ്, ചിറക്, അങ്ങനെ അതൊക്കെ എന്തിനാണ് അവർ ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അതേപോലെ തേനെടുക്കാൻ പോകുന്ന ആൾ ധരിക്കുന്ന വസ്ത്രം, പിന്നെ തൊപ്പി, അതിൻ്റെ ഒരു മാസ്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് തേന് വിൽപ്പന നടത്തുന്ന ഒരു സ്ഥലമാണ്. അതിനായിട്ട് അവർ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് വെച്ചത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ തേനീച്ചൻ്റെ ഒരു ഷെല്ല് പോലെ ആയിട്ട് ഇങ്ങനെ ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കണ്ടില്ല, ഒരു മഞ്ഞ കളറിൽ ഇങ്ങനെ അതിൻ്റെ അതേ ഷേപ്പിൽ തന്നെ വെച്ചാണ്. ഇവിടെ പല തരത്തിലുള്ള തേനുകളുണ്ട് കേട്ടോ. ചെറുതേന്, കാട്ടുതേന്, അങ്ങനെ ഓരോ തരത്തിലുള്ളതുണ്ട് കേട്ടോ. ഇത് നമ്മൾ പുറത്ത് പെട്ടി കണ്ടില്ലായിരുന്നോ, അതുവരെ നമ്മൾ എടുത്തിട്ട് നമ്മളെ കയ്യിൽ ഇങ്ങനെ തരുന്നുണ്ടതിന്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് കയ്യിൽ പിടിച്ച് ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ അവർ അതിനെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരികയും ചെയ്യും. ഇതെങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും കേട്ടോ. ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് കഴിഞ്ഞ 14-ാം തീയതി ഓപ്പൺ ചെയ്ത്. അതിന് വേദനിക്കാതെ, ഒട്ടും വേദനിക്കാതെ ഇങ്ങനെ വേണം വെക്കാൻ. മുറുക്കി വെച്ചിട്ട് ബലമായിട്ട് വെച്ചെങ്കിൽ ഇതിന് ഒരിഞ്ഞ് വേദനിക്കും. വേദനിച്ച് അവർ കടിക്കും, കുത്തും. എൻ്റെ സ്ഥലം കണ്ണൂരാണ്. പിന്നെ ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള നല്ലൊരു ഏരിയ ഉണ്ട് കേട്ടോ. ഊഞ്ഞാലുണ്ട്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇവിടേക്കുള്ള എൻട്രൻസ് ഫീ ആണെങ്കിൽ 20 രൂപയോ 50 രൂപ അങ്ങനെ എന്തോ ഉള്ളൂ. അതും കുട്ടികൾക്ക് മാത്രം. ഇത് ഞങ്ങൾ ഉദ്ഘാടനം കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ടുള്ളൂ ഞങ്ങൾ പോയപ്പോൾ. ഇപ്പോൾ അതിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലവും എല്ലാം കൂടെ ആയിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ. എല്ലാവരും വയനാട്ടിലൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ കയറി കണ്ടോളൂ.